കൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. 2024 ഏറെ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു 2 രാശികളെ പറ്റിയാണ് പറയുന്നത്. ഒന്ന് ഇടവൻ രാശിയാണ്. ഇടവൻ രാശിക്ക് 12ലാണ് വ്യാഴം നിൽക്കുന്നത്. കണ്ടകശനിയായിട്ട് 10ാം ഭാവത്തിൽ കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും വളരെ ദോഷകരമായിട്ടുള്ള ഇതാണ്. ഈ വ്യാഴൻ അഥവാ മെയ് മാസത്തിൽ വ്യാഴൻ മാറുകയാണെങ്കിൽ തീർച്ചയായും മാറും. ആ മാറുന്ന വെച്ചുകൊണ്ട് നോക്കുമ്പോൾ മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്കാണ് വ്യാഴൻ വരുന്നത്. അപ്പോൾ ജന്മ വ്യാഴനായിട്ട് മാറും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവർ വളരെ ശ്രദ്ധയോടെ ധനസംബന്ധമായിട്ടുള്ള കാര്യത്തിലും തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യത്തിലും വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ നീങ്ങണം എന്നുള്ളതാണ് പറയുന്നത്. ജന്മവ്യാഴൻ എന്തൊക്കെ ചെയ്യുന്നു വെച്ച് പറഞ്ഞാൽ ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, കുടുംബത്തെ താളം തെറ്റിക്കുക, കുടുംബത്തിൽ വഴക്കുണ്ടാകുക, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹമുണ്ടാകുക, ധനത്തെ ചൊല്ലി പ്രശ്നമുണ്ടാകുക, കൂട്ടുകുടുംബത്തെ പറ്റി പ്രശ്നമുണ്ടാകുക, അതുപോലെ തന്നെ സ്ഥാനഭ്രംശത്തിന് ഇടയാക്കുക. സ്ഥാനഭ്രംശം പറഞ്ഞാൽ തൊഴിലിൽ നിന്ന് ചിലപ്പോൾ സ്ഥാനഭ്രംശം വരിക, ചിലപ്പോൾ പെട്ടെന്ന് ജോലിയിൽ നിന്ന് പിരിച്ചു വിടുക എന്നുള്ള വരിക, അതുമല്ലെങ്കിൽ നമ്മൾ ഒരു സുഖമായിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും അവിടുന്ന് മാറ്റുക, അല്ലെങ്കിൽ ഭവനത്തിൽ നിന്നും സ്ഥാനഭ്രംശം വരിക, അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടാവും. എന്ത് തന്നെ വിചാരിച്ചാലും നമ്മളൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. തൊഴിൽ പ്രശ്നങ്ങളിലായിരിക്കും കൂടുതലും പ്രശ്നങ്ങൾ വരുന്നത്. കർമ്മസ്ഥാനത്തിൽ കണ്ടകശനി പറഞ്ഞാൽ പല വിധത്തിലുള്ള കണ്ടകശനി, ജന്മശനി, നാലാം ഭാവത്തിൽ നടക്കുന്ന ശനി, ദേഹസംബന്ധമായിട്ടുള്ള ശനി, അതുപോലെ തന്നെ 7ാം സംബന്ധമായിട്ടുള്ള ശനി, 7ാം ഭാവത്തിൽ നടക്കുമ്പോൾ കണ്ടകശനി. ഇത് 10ാം ഭാവത്തിലുള്ള കണ്ടകശനിയായ കാരണം കർമ്മസ്ഥാനത്തിനെയാണ്, തൊഴിൽ സ്ഥാനത്തിനെയാണ് കൂടുതൽ. നമ്മൾ എന്താണോ ചെയ്യുന്ന പ്രവൃത്തി ആ പ്രവർത്തിനെ ബാധിക്കും. ആ തൊഴിലിനെ മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെയും കൂടി ബാധിക്കും എന്നാണ് പറയുന്നത്. അത് കാരണം വളരെ സൂക്ഷ്മതയോട് കൂടി, കാരണം വെച്ച് പറഞ്ഞാൽ ഇതെല്ലാം പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു ദോഷങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ എന്നാണ് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ജന്മവ്യാഴൻ വരുന്നതോട് കൂടിയിട്ട് ഇപ്പോൾ ഇത്ര നേരം 12ാം ഭാവത്ത് നിൽക്കുന്ന വ്യാഴനായിരുന്നു. ഒരുപാട് നഷ്ടങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം വന്നിട്ടുണ്ടാവും എന്നറിയാം. ഇപ്പോൾ ജന്മവ്യാഴം കൂടി വരുന്ന കാരണം ദേഹസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ദേഹ അരിഷ്ടതകളും ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം വരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾ സംബന്ധമായിട്ട്, അതായത് സ്ത്രീ സംബന്ധമായിട്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരും പുരുഷന്മാർക്ക് സ്ത്രീകളും അവർ തമ്മിലുള്ള കലഹങ്ങൾ മൂത്തു വരുവാനുള്ള സാധ്യതയും, തൊഴിൽ സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും, തൊഴിൽ സംബന്ധമായിട്ടുള്ള മിസ്റ്റേക്കുകൾ അതല്ലെങ്കിൽ ദോഷങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തി ദോഷങ്ങൾ എഴുതുക, അത് നമ്മൾ ചെയ്യുന്ന വർക്കുകൾക്ക് ഫാൾട്ട് വരിക എന്നൊക്കെ പറയും. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. അതേസമയത്ത് ധനസംബന്ധമായിട്ടുള്ള ധനസ്ഥാപനങ്ങളായിട്ടുള്ള കർമ്മരംഗത്ത്, അതായത് ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. ഫൈനാൻസ് സംബന്ധമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ബാങ്കിലുള്ള അക്കൗണ്ടന്മാർ, കണക്ക് പിള്ളമാർ പറഞ്ഞാൽ പഴയ കാലത്തുള്ള കണക്ക് പിള്ളമാർ, ഇപ്പോൾ അക്കൗണ്ട് ചാറ്റേഡുകാർ, അതുപോലെ തന്നെ കണക്കുകൾ പരിശോധിക്കുന്ന വ്യക്തികൾ, ഫൈനാൻസ് നടത്തുന്നവർക്കെല്ലാം വളരെ ദുരിതപരമായിട്ടുള്ള സംഭവമാണ് പറയുന്നത്. അതും ഈ മൈക്രോ ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള പ്രശ്നത്തിൽ കൂടുതൽ വഷളാകല്ല, അടവുകളൊന്നും ജനങ്ങളെ കൊണ്ട് അടയ്ക്കാൻ പറ്റാത്ത ഒരു ലെവലുകളെല്ലാം വന്ന് ഇതുണ്ടാവും. ഈ ആഴ്ചയിലുള്ള അടവുകളാണ് ഏറ്റവും കൂടുതലും പ്രശ്നമായിട്ട് ഈ മൈക്രോ ഫൈനാൻസിൽ നിന്നും ഉടലെടുത്ത് നിൽക്കുന്നത്. അത് ഏതറ്റം വരെ എത്തും എന്നുള്ളത് പറയില്ല. കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ഇതിൽ വളരെ ജാഗ്രത പുലർത്തി ഈ മൈക്രോ ഫൈനാൻസുകാരെ നിയന്ത്രിച്ചില്ലെങ്കിൽ കടബാധ്യത മൂലം വന്നിട്ട് തന്നെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു വർഷമായിട്ടും തന്നെ മാറും 2024 എന്നതിൽ യാതൊരുവിധ സംശയമില്ല. തൊഴിൽ സ്തംഭനം ഉണ്ടാവും, ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ക്രൂരപരമായിട്ടുണ്ടാവും, ആത്മഹത്യ പ്രവണത കൂടും, സാമ്പത്തിക ഞെരുക്കം തന്നെ ആത്മഹത്യകൾ കൂടുവാനുള്ള സാധ്യതയെല്ലാം ഉണ്ട് എന്നൊക്കെ പറയുന്നത്. ഇടവൻ രാശിക്കാർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങളും വരും. ജാതകത്തിൽ ബലവാനായിട്ടുള്ള അപകാരങ്ങൾ അല്ലെങ്കിൽ ദശാകാലങ്ങൾ, അപ്പോൾ അതായത് സൂര്യൻ തൊട്ടിട്ട് കേതു വരയ്ക്കുള്ള ദശാകാലങ്ങളിൽ നല്ല അപകാരങ്ങൾ നടക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യാൻ പറ്റും. പിന്നെ ബുദ്ധിപൂർവമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിലും ഇതിന് തരണം ചെയ്യാൻ പറ്റും. പിന്നെ പരിഹാരമായിട്ട് പറയുകയാണെങ്കിൽ വ്യാഴം എന്ന് വെച്ച് പറഞ്ഞാൽ മഹാവിഷ്ണു അവതാരം, ശ്രീരാമ അവതാര വിഷ്ണു ഇരുത്തലാണ്. അപ്പോൾ ശ്രീരാമ അവതാരത്തിൽ പെട്ടില്ല, ഗുരുവായൂരപ്പൻ മഹാവിഷ്ണു സംബന്ധമായിട്ടുള്ള അവതാരത്തിൽപ്പെട്ടിരുന്ന ഏത് അമ്പലമാണെങ്കിലും അവിടെ പരിഹാരം ചെയ്യാനോ വ്യാഴാഴ്ച വ്രതം ഉത്തമമായിട്ടാണ്. വ്യാഴാഴ്ച വ്രതവും
വിഷ്ണു സഹസ്രനാമവും ജപം ചെയ്താൽ തന്നെ കുറേയേറെ ദോഷങ്ങൾ മാറിക്കിട്ടും. അതുപോലെ തന്നെയാണ് കണ്ടകശനിക്കുള്ള ഇതിന് വന്നിട്ട് ശാസ്താവിൻ്റെ സ്തോത്രങ്ങൾ, ശാസ്താവിൻ്റെ നാമാവലികൾ, ശരണം വിളികൾ, അതുപോലെ ശാസ്താ ക്ഷേത്രത്തിൽ ദർശനം, ശാസ്താ ക്ഷേത്രത്തിൽ തന്നെ 10 മിനിറ്റ് ഭജനം ഇരിക്കുക, അതുപോലെ തന്നെ എള്ള് തിരി വഴിപാട് കഴിക്കുക, നീരാഞ്ജന വഴിപാട് കഴിക്കുക, എള്ള് പായസം കഴിക്കുക, നെയ്വിളക്ക് കഴിക്കുക എന്നിവയെല്ലാം ഇതിന് പരിഹാരപരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. പിന്നെ അടുത്തത് ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കാൻ പോകുന്ന ഒരു രാശി എന്ന് പറയുകയാണെങ്കിൽ കുംഭൻ രാശിയാണ്. കുംഭൻ രാശിക്ക് ജന്മശനി, ഏഴര ശനി, കണ്ടകശനി എന്നാണുള്ളത്. ഇതുവരെ 3-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴൻ മെയ് മാസത്തോടുകൂടി 4-ാം ഭാവത്തിൽ വന്നു കഴിഞ്ഞ് പറഞ്ഞാൽ അവതാളത്തിലാകുന്നത് മാതാവിനെയും കുടുംബത്തെയും മാതുല്യനെയും അതുപോലെ തന്നെ സുഖത്തെയും ഉള്ള സുഖത്തെയും സുഖസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ദേഹസംബന്ധമായിട്ടുള്ള അരിഷ്ടതകളും അനാരോഗ്യ പ്രശ്നങ്ങളും അശ്രദ്ധകൾ മൂലം വന്നിട്ട് വരുന്ന അബദ്ധങ്ങളും മാനഹാനികളും അതുപോലെ തന്നെ മാനഹാനികളും നാട്ടിൽ ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കങ്ങൾ നഷ്ടപ്പെടുക, ജനസമൂഹവുമായിട്ട് സഹകരണങ്ങളില്ലാണ്ടാവുക, ബന്ധുക്കളുമായിട്ട് അകന്നു പോവുക എന്നിവയൊക്കെയാണ് ഈ കുംഭൻ രാശികളെ പറ്റി പറയാനുള്ളത്. അവനവൻ എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കാൻ പോലും അറിയാത്ത ഒരവസ്ഥ ഈ 2024 ഉണ്ട്. ഈ 2024 ഈ വക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ മഹാദുരിതങ്ങളാണ് 2020 രാജ്യത്ത് തന്നെ വരാൻ നിൽക്കുന്നത്. ആ രാജ്യത്ത് വരുന്ന 2020 വരാൻ പോകുന്ന ആ രാജ്യത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ഈ 2 രാശികൾ വളരെ പെടുവെന്നാണ് പറയുന്നത്. അത് കാരണം കൊണ്ട് തന്നെ വളരെ വരാൻ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടിയിട്ടും കഠിനപരമായിട്ടുള്ള പ്രയത്നങ്ങൾ കൊണ്ടിട്ടും ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ കൊണ്ടിട്ടും ദൈവത്തിനെ ആരാധിക്കുകയും ഉപാസിക്കുകയും എല്ലാം ചെയ്തു വരികയാണെങ്കിൽ കുറേയേറെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് തന്നെ പറയാം. ഒന്നാമത് കടബാധ്യതകളിൽ പെട്ട് വരഞ്ഞിരിക്കുന്നവർക്ക് വളരെ ദുർഘടപരമായിട്ടുള്ളൊരു സമയമാണ്. അതിൽ നിന്ന് മോചനം നേടുവാൻ എന്ത് വരികയാണെങ്കിൽ എന്തും വരട്ടെ എന്നുള്ളൊരു ചങ്കൂറ്റം മനസ്സിലേക്ക് എടുത്തുകൊണ്ടുള്ള തീരുമാനത്തോടുകൂടി പോവുകയാണെങ്കിൽ കുറേയൊക്കെ രക്ഷപ്പെടാം. എങ്ങനെയായാലും ഭയപ്പാടുള്ളൊരു വർഷമാണ് 2024 2 രാശികളെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ ഇടവരാശി പറഞ്ഞ ശനിക്കും വ്യാഴത്തിനും പരിഹാര മാർഗങ്ങൾ ചെയ്യുന്ന പക്ഷം ഇത് ദോഷാകലങ്ങൾ കുറഞ്ഞു വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുംഭൻ രാശികൾക്ക് ഏറ്റവും വിഷമപ്പെട്ട മാസങ്ങൾ എന്ന് പറയുന്നത് കന്നിമാസവും തുലാമാസവുമാണ്. ഈ കന്നിമാസവും തുലാമാസവും വളരെ ദുർഘടപരമായിട്ടുള്ള മാസമാണ്. ഈ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കൂടുതലായിട്ടും വരുവാനുള്ള സാധ്യതകൾ ഉള്ളത്. ഇടവൻ രാശിക്കാർക്കാണെങ്കിൽ ധനുമാസവും മകരമാസവുമാണ് ഈ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കൂടുതൽ വരുവാനുള്ള സാഹചര്യം. മറ്റുള്ള കാലയളവിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുകയാണെങ്കിലും ചില സമയങ്ങളിൽ കുറച്ച് സമാധാനം കിട്ടിയ മാസങ്ങളിൽ എന്നൊക്കെ പറയാം. എന്നിരുന്നാലും ഇവർ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുകാരണം തന്നെ പരിഹാര കർമ്മങ്ങളും ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളും ഭാവിയിൽ എന്തൊക്കെ വരാൻ പോകുമെന്നുള്ള ചിന്തയോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ദൈവാനുഗ്രഹത്തോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ കുറേയേറെ സമാധാനം കിട്ടും. അത് കാരണം വളരെ സൂക്ഷ്മതയോടുകൂടി ഇരിക്കുക. നമസ്കാരം.